ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിവിടെ നല്ലൊരു ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഉഴുന്ന് ഞാനൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചേ. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. മാവ് ഞാൻ ഈ പരുവത്തിൽ അരച്ച് വെച്ചേ. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വലിയ ഉള്ളി മീഡിയം സൈസ്, 2 പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, കുരുമുളക്, നല്ല ജീരകം. ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് ഇട്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാമേ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന പോലെ, നല്ലപോലെ പതയുന്ന പോലെ. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യണം. നോക്കൂ, ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കൈ മുക്കി അമച്ച് പിന്നെ ഇവിടുന്ന് മാവിങ്ങനെ എടുക്കുവാണേ. അങ്ങനെ നമ്മുടെ വട ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാനിത് കോരാൻ പോവുകയാണ്. ഒത്തിരി ഹൈ ഫ്ലെയിം ഇടാൻ പാടില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, സോഡാപ്പൊടി ചേർത്തിട്ടില്ല, വെറും ഉഴുന്ന് മാത്രം. നോക്കൂ, എന്തൊരു സോഫ്റ്റ്, സൂപ്പർ. അങ്ങനെ നമ്മുടെ ചായയും വടയും റെഡി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഉഴുന്നുവട ഒരു 5 മണിക്കൂർ ഉഴുന്ന് കുതിർത്ത് വെക്കണം. അതുപോലെ തന്നെ അരയ്ക്കാൻ നേരത്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. നോക്കൂ, നമ്മുടെ സോഫ്റ്റ് ഉഴുന്നുവട. നോക്കൂ, എന്തൊരു സോഫ്റ്റ്. അതിനകത്ത് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ അരച്ച് കഴിയുമ്പോൾ മാവ് നല്ലപോലെ ബീറ്റ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.